കോഴിക്കോട് വളയത്ത് നിന്നും കാണാതായ യുവതിയെയും മക്കളെയും ഡൽഹി നിസാമുദ്ദീൻ ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് കണ്ടെത്തിയത്. വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന്. രാഹുൽ, എന്തായാലും ഈ വാർത്ത ആശ്വാസ വാർത്തയാണ് രാവിലെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാവുന്നത്. ഇവരെ കണ്ടെത്തിയത് കുടുംബം നടത്തിയ പരിശോധനയിലാണോ? വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അല്പസമയം മുമ്പാണ് ഡൽഹിയിലെ നിസാമുദ്ദീൻ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നും ഈ യുവതിയും മക്കളെയും കണ്ടെത്തിയത്. കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ മുതൽ വലിയ രീതിയിലുള്ള പരിശോധന ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു. ഡൽഹിയിലെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ATM-ൽ നിന്നും ഈ യുവതി പണം പിൻവലിച്ചതായുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യുവതിയുടെ ഭർത്താവും സഹോദരനും ഉൾപ്പെടെ ഡൽഹിയിൽ എത്തുകയും സ്വന്തമായി തന്നെ പരിശോധന ആരംഭിക്കുകയും ചെയ്തത്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി നടത്തിയ പരിശോധനയ്ക്ക് ഒടുവിലാണ് ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് കയറുന്നതിനിടെ ഈ യുവതിയായിട്ടുള്ള ആഷിതയെയും 2 മക്കളെയും കണ്ടെത്തുന്നത്. ഇപ്പോൾ കുടുംബത്തോടൊപ്പമാണ് ഈ യുവതിയും മക്കളും ഉള്ളതെന്നാണ് കുടുംബം തന്നെ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. സംഭവം അറിഞ്ഞതിന് പിന്നാലെ വളയം പോലീസ് ഡൽഹിയിലേക്ക് പുറപ്പെട്ടിരുന്നു. പക്ഷേ പോലീസ് അവിടെ എത്തിയിരുന്നില്ല. പോലീസിന് നേതൃത്വത്തിലല്ല കണ്ടെത്തിയതെന്നാണ് കുടുംബം ഈ ഘട്ടത്തിൽ പറയുന്നത്. എന്നാണെങ്കിലും ഈ മാസം 28-നായിരുന്നു വളയത്ത് നിന്നും ഈ യുവതിയും കുട്ടികളെയും കാണാതാവുന്നത്. അതിനുശേഷം പോലീസിന്റെ അന്വേഷണത്തിൽ ഇവർ ബാംഗ്ലൂരിൽ എത്തിയതായി കണ്ടെത്തിയിരുന്നു. പക്ഷേ ബംഗളൂരുവിൽ നിന്നും എങ്ങോട്ടാണ് പോയതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. എന്തായാലും അന്വേഷണത്തിലൊടുവിൽ, അതായത് കുടുംബം നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് ഇവരെ കണ്ടെത്തിയിട്ടുള്ളത്. ക്രിസ്റ്റീന. രാഹുൽ, അതുപോലെ തന്നെ ഡൽഹിയിൽ ഇവർ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? മറ്റാരുടെയെങ്കിലും സഹായത്തോടെയാണോ പിന്തുണയോടെയാണോ ഇവർ അവിടെ കഴിഞ്ഞിരുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ കുടുംബാംഗങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ? അതോ പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണോ നമുക്ക് ലഭ്യമായത്? ക്രിസ്റ്റീനായി, ഇവർക്ക് അവിടെ മറ്റു ബന്ധുക്കൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കുടുംബ വഴക്കാണ് ഈ നാട് വിട്ടു പോകാൻ സാഹചര്യമാക്കിയത്. ഇതിലെ ഏറ്റവും ആശങ്കയുണ്ടാക്കിയ ഒരു കാര്യം, ഇവരുടെ അക്കൗണ്ടിൽ ആകെ 1500 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ഇന്നലെ ATM-ൽ നിന്നും പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ കയ്യിൽ മറ്റു പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കുടുംബം അവിടേക്ക് നേരിട്ട് എത്തുകയും അവിടെ സ്വന്തമായി തന്നെ പരിശോധന ആരംഭിക്കുകയും ചെയ്തത്. അത് മാത്രമല്ല, യുവതിയുടെ കയ്യിൽ മൊബൈൽ ഫോണും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഈ പരിശോധനയ്ക്ക് ഒരു വെല്ലുവിളിയായിരുന്നു. കാരണം കഴിഞ്ഞ മാസം 28-ന് കാണാതാവുന്നു. ഇന്നിപ്പോൾ ഏതാണ്ട് 5 ദിവസത്തിലധികം പിന്നിടുകയാണ്. അതിനുശേഷമാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. എവിടേക്കോ ബസ്സിൽ കയറി പോകാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഈ ആഷിതയുടെ സഹോദരൻ ഇവരെ കാണുകയും അതിനുശേഷം ആഷിതയെ ഭർത്താവിനെ വിവരം അറിയിച്ച് അവിടെ നിന്നും കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ബന്ധുക്കളുടെ കൂടെയാണ് ആഷിതയും മക്കളും ഉള്ളത്. ഇന്ന് രാത്രിയോടുകൂടി ഡൽഹിയിൽ നിന്നും അവർ തിരികെ കേരളത്തിലേക്ക്, അതായത് വടകരയിലേക്ക് പുറപ്പെടും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ക്രിസ്റ്റീന. അപ്പോൾ വഴക്കുകളൊക്കെ മറന്ന് കുടുംബത്തോടൊപ്പം തിരികെ കേരളത്തിലേക്ക് എത്താൻ തയ്യാറാണ്. ഒപ്പം തന്നെ ഇന്ന് തന്നെ അവർ തിരികെ എത്തും എന്ന വാർത്തയാണോ നമുക്ക് പങ്കുവയ്ക്കാനാകുന്നത്? തീർച്ചയായിട്ടും. അതായത് യുവതിയുടെ ഭർത്താവ് നാട്ടിൽ ഉണ്ടായിരുന്നില്ല, വിദേശത്തായിരുന്നു. ഈ വീട്ടുകാരുമായി ഉണ്ടായ ചില കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് 28-ാം തീയതി ഈ യുവതിയും മക്കളെ കൂട്ടി വീട് വിട്ട് ഇറങ്ങുന്നത്. അതിനുശേഷം ഈ സംഭവം അറിഞ്ഞതിന് പിന്നാലെ ഈ ഭർത്താവ് നാട്ടിലേക്ക് എത്തുകയും ഭർത്താവിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ആ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ 3 പേരെയും കണ്ടെത്തിയിട്ടുള്ളത്. അവർ നാട്ടിലേക്ക് യാത്ര ഉടൻ തന്നെ പുറപ്പെടും. സന്തോഷമായി മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ നമുക്കും ആശംസിക്കാം. ശരി രാഹുൽ, എന്തായാലും അഭിനന്ദനങ്ങൾ. ഈ നല്ല വാർത്ത രാവിലെ തന്നെ പ്രേക്ഷകരെ അറിയിക്കാനായതിൽ. കോഴിക്കോട് നിന്ന് കാണാതായ യുവതിയെയും മക്കളെയും ഡൽഹി നിസാമുദ്ദീൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ടെത്തി. കുടുംബം നടത്തിയ പരിശോധനയിലാണ് ആഷിതയെയും മക്കളെയും കണ്ടെത്തിയത്. അവർ ഉടൻ കേരളത്തിലേക്ക് തിരികെ എത്തും. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.